ഞാൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാം. അസ്സലാമു അലൈക്കും. ഇന്തോനേഷ്യയിലെ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ ആരും അറിയാതെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മക്ക, പരിശുദ്ധ കഅബയുടെ അതേപടിയുള്ള ഒരു കൂറ്റൻ പ്രതിരൂപം. ഇന്തോനേഷ്യക്കാർ അവരുടെ ഹജ്ജ് നിർമ്മങ്ങൾ ചെയ്യാൻ വരുന്നത് ഇവിടാണോ, അതോ ഇങ്ങനെ ഒന്ന് നിർമ്മിക്കാൻ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നുണ്ടോ? ഇത് ശരിക്കും അനുവദനീയമാണോ? ഈ ചോദ്യങ്ങൾ ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കുന്ന സംഭവമാണ്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. ഒറ്റക്കല്ല, നിങ്ങളുണ്ട്. ഈ ഒരു ഗ്രാമത്തോട് വിട പറയുന്നതിന് മുന്നേ എനിക്ക് എല്ലാ ദിവസവും ഇവിടെ ഭക്ഷണം തന്നെ ഒരു പെങ്കൊച്ചുണ്ട്. പെങ്കൊച്ചെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു കടയിൽ നിന്നാണ് ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവിടുത്തെ തന്നെ പോയി അവിടെ നിന്ന് അവസാനമായിട്ട് ഇവിടുത്തെ ഗ്രാമത്തിൽ ഇനി എന്നാ വരിക, ഈ ഒരു ഗ്രാമത്തിലേക്ക് ഇനി വരുമോന്ന് പോലും അറിയില്ല. അപ്പോൾ അവർക്കൊരു സലാമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് കടയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്നാണ് ഈ കൊച്ചിൻ്റെ പേര്. ഞാൻ എത്ര ചോറ് കഴിക്കും, എനിക്ക് ഏതൊക്കെ കറിയാണ് ഇഷ്ടം, എനിക്ക് വറുത്ത മീനാണോ വറുക്കാത്ത മീനാണോ ഇഷ്ടം, പിന്നെ എനിക്ക് എത്രത്തോളം ഉപ്പ് വേണം, ഇതെല്ലാം ഇപ്പോൾ എന്നൊക്കെ അറിയാം കേട്ടോ. എൻ്റെ ഉമ്മിക്ക് അറിയാവുന്ന പോലെ. എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നേരെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ നേരെ തിരിച്ച് ജക്കാർത്തയ്ക്ക് പോകണം. നല്ല ഞാനിങ്ങനെ വേറെ കുറേ പ്ലാനുകളൊക്കെ ഉണ്ടെന്നിങ്ങനെ പറഞ്ഞു. ചോറ് വിളമ്പുന്ന കൂട്ടത്തിൽ അന്ന എന്നോട് പറയാ, ഈ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അത് വേണ്ട അത് വേണ്ട. ഞാൻ സ്പൂൺ കൊണ്ട് കഴിക്കില്ല എന്നറിയാവുന്ന അന്ന എനിക്ക് വേണ്ടിയിട്ട് കൈ കഴുകാൻ വെള്ളം കൊണ്ടുവരാനും മറന്നില്ല കേട്ടോ. ശരിക്കും എന്നെ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കുന്നു ഈ അന്നക്കുട്ടി. അന്നയുടെ കഥ നിങ്ങളെല്ലാം കേൾക്കേണ്ടതാണ്. അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം, ഇവിടെ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. എനിക്ക് ഇതേപോലെ ഒരു കൂട്ടുകാർ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പേരും ഏകദേശം അന്ന എന്നൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ഭയങ്കര കെയറിങ് ആയിരുന്നു. ഞാൻ അസൈൻമെന്റ് വെച്ചോ, പ്രൊജക്ട് തീരാറായോ, ഫുഡ് കൊണ്ടുവന്നോ എല്ലാം ചോദിക്കുമായിരുന്നു. ഇപ്പോൾ പാരീസിൽ എവിടെ ആണ് ആള് രക്ഷപ്പെട്ടു, ഞാൻ ഇവിടെ എത്തി. നമ്മൾ അന്നാൻ്റെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. ഇവിടെ ഒരു ഇന്തോനേഷ്യക്കാരുടെ കഅബ ഉണ്ട് ഇവിടെ, അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കുറേ നേരം കൊണ്ട് ബുക്ക് ചെയ്യുന്നു കേട്ടോ ബൈക്കിലുള്ള ടാക്സി. ആരും വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിലെ സ്കൂള് ഓഫീസ് ടൈം ആയതുകൊണ്ട് ഇവിടെ ഫുൾ നല്ല തിരക്കാണ്, റോഡിൽ നല്ല തിരക്കാണ്. അപ്പോൾ എല്ലാവരും ബുക്ക് ചെയ്യുന്നതുകൊണ്ട് ഹൈ ട്രാഫിക് കാരണം ആരും വരുന്നില്ല. മുഹമ്മദ് നൂർ ഖലീസ് പുള്ളിക്കാരനാണ് വരുന്നത്. നമുക്ക് 8 വർഷത്തെ പണി എടുത്തിട്ടുള്ള ആളാണ് കേട്ടോ. 8 വർഷം കൂടെ പണിയെടുക്കുന്ന ആളാണ്. ഒപ്പം 3831 ട്രിപ്പൊക്കെ എടുത്തിട്ടുള്ള മുഹമ്മദ് നൂർ ഖലീസാണ് വരുന്നത്. എന്തായാലും നോക്കാം ഖലീസ് വരുമോ അതോ ഖലീസ് നമ്മളെ എന്താ പറ്റിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നിന്ന് കാലി അഴിച്ച് തൽക്കാലം ഇവിടെ ഇരിക്കാം. യാ നൂർ ഖലീൽ, നൂർ ഖലീൽ. ഓ അപ്പൊ ഖബർ ബാ. ചൈനക്കാർ മാത്രമല്ല കോപ്പി അടിക്കാൻ ബെസ്റ്റ്, ഇന്തോനേഷ്യക്കാരുമാണെന്ന് ഇന്ന് തെളിയും. അസ്ലി ഇതാരി ഇന്ത്യ അയ്യോ. കഅബ മാത്രമല്ല വേറെ കുറേ സംഭവങ്ങൾ അവിടെ കോപ്പി അടിച്ച് റെപ്ലിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സ്കൂളും കോളേജും ഒക്കെ വിട്ടതിൻ്റെ തിരക്ക് റോഡിലുണ്ടാവുന്നു. സ്കൂളും കോളേജും ഗവൺമെൻറ് ഓഫീസും പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാരെല്ലാം നിറഞ്ഞിട്ട് റോഡിൽ നല്ല തിരക്കുണ്ട്. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇന്തോനേഷ്യക്കാരുടെ മക്ക. ഇവിടെ കഅബേൻ്റെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യും. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യും. പിന്നെ അതല്ലാതെ കാണാനായിട്ടും ഫോട്ടോ എടുക്കാനായിട്ടും വരുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം. ഇവിടെ കുറേ ആൾക്കാർ എനിക്ക് തോന്നുന്നത് ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ നിർത്താൻ നിൽക്കുന്നത്. ഹലോ, യു ഗൈസ് ഹിയർ ടു ഹെൽപ്പ് ദ പീപ്പിൾ കമ്മിങ് ഹിയർ? സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ പബ്ലിക് സർവീസ് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ ചൂസ് ചെയ്യുന്നതാണ് ഇതുപോലത്തെ ടൂറിസ്റ്റ് ലൊക്കേഷനുകളിൽ ഗൈഡായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, യു ഗൈസ് ആർ സ്റ്റഡിയിങ് ഇൻ സ്കൂൾ. വാട്ട്സ് യുവർ നെയിം? സ്റ്റെഫാനി. യുവർ നെയിം? നജുവ. ഒട്ടകത്തെ കറക്കുന്ന അറബിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒട്ടകത്തെ കറക്കാൻ മലയാളികളല്ലേ അവിടെ ചെല്ലുന്നത്. ഒട്ടകത്തെ കറക്കുന്ന അറബിയല്ല, ഒട്ടകത്തിനെ മേയ്ക്കുന്ന ഒരു അറബി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അറബി എത്ര ദിവസം കൊണ്ട് ഇവിടെ കാല് കഴിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു വേണ്ടേ. അതല്ലാതെ ഇവരെല്ലാം ഇവിടെ വരുന്ന ആൾക്കാരെ അസിസ്റ്റ് ചെയ്യാനായിട്ട്, ഗസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ എല്ലാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ. മിനാര ഈഫിൽ ടവർ. മിനാര എന്ന് പറഞ്ഞേക്കുന്നത് ഈഫിൽ ടവറിനാണ്. അതിനുശേഷം കഅബ, പിന്നെ റൂമ യൂറോപ്പിലെ എന്തോ വീടും സംഭവങ്ങളും, പിന്നെ ഗാലറി 6 നെഗര എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് എന്തോ ഉണ്ട്. പന്തുങ് മെർലിയോൺ. പത്തുങ് മെർലിയോൺ എനിക്കൊന്ന് സിംഗപ്പൂരിൻ്റെ മറ്റേ സിംഹമോ അങ്ങനെ എന്തോ ആണ്. അവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ട്. നമ്മളിതിൻ്റെ അടുത്ത് എല്ലാം പോവാം. എല്ലാം നല്ല വിശദമായി നിങ്ങൾക്ക് കാണിച്ചു തരാം. അസ്സലാമു അലൈക്കും. എന്നാൽ ഇന്തോനേഷ്യക്കാരെ എന്തായിരിക്കും തങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നിർമ്മിതി ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്? അതിന് പിന്നിൽ ഇവിടുത്തെ മനുഷ്യർക്ക് മക്കയോടും മദീനയോടും ഒക്കെ ഉള്ള അടങ്ങാത്ത ആഗ്രഹത്തിന്റെ വലിയൊരു കഥയുണ്ട്. അതെനിക്ക് എപ്പോഴാണ് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. 2022 ദുബായ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്തോനേഷ്യക്കാരുടെ ഈ ഒരു സ്നേഹം ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്. അതാണ് എന്നെ ഇന്തോനേഷ്യൻ ഭാഷ പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ചതും. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ വേണ്ടിയിട്ട് സൗദിയിലേക്ക് പോകുമ്പോഴത്തേക്കും പോകുന്നത് ദുബായ് വഴിയായിരിക്കും.
അപ്പോൾ ഞാൻ എയർപോർട്ടിലുണ്ട്. അത് കൂടുതലും പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരൊക്കെ ആയിരിക്കും. അവരാണെങ്കിൽ അത് പൊതുവെ ഇംഗ്ലീഷ് ഒന്നും പറയില്ല. അപ്പോൾ അവരോട് സംസാരിച്ച് ബഹാസ പഠിച്ചു. അത്രയ്ക്ക് വിനയമുള്ള സ്നേഹമുള്ള മനുഷ്യർ തന്നെയാണ് ഇവരൊക്കെ. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തവർക്കോ അല്ലെങ്കിൽ ഹജ്ജ് ഉംറയ്ക്കൊക്കെ പോയ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ഇന്തോനേഷ്യക്കാരുടെ സ്നേഹവും എളിമയൊക്കെ എത്രത്തോളം ആണ്. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ കുറിക്കാൻ മറക്കല്ലേ. ഹജ്ജിനോടും ഉംറയോടും മക്കയോടും ഒക്കെ ഉള്ള അടങ്ങാത്ത ആഗ്രഹവും സ്നേഹവുമാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ ഒരു നിർബന്ധി ഇവിടെ ഉണ്ടാക്കാനുള്ള കാരണം. ഒരു 25-30 വയസ്സിൽ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്ന ആൾക്ക് അതിന് സാധ്യമാകുന്നത് 55-60 വയസ്സിലാണ്. അത്രയും നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അവരവിടെ എത്തുക. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ആയുഷ്കാല സ്വപ്നമായ വിശുദ്ധ കഅബയെ ഹജ്ജ് പരിശീലനത്തിന് സഹായിക്കുന്ന ഇങ്ങനെയുള്ള വലിയ റെപ്ലിക്ക അവർ സ്വന്തം നാട്ടിൽ നിർമ്മിക്കുന്നത്. ഇതിന്റെ പെർഫെക്ഷൻ എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. പിന്നൊരു കാര്യം, ഇവിടെ വരുന്ന ഇന്തോനേഷ്യക്കാരും ഇതിനെ ആരാധിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതോടൊപ്പം ആളുകൾക്ക് വന്ന് കാണാനുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഇവിടെ പുരുഷന്മാരും സ്ത്രീകൾക്കൊക്കെ ഉള്ളിൽ കയറി നിസ്കരിക്കാനുള്ള സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോകാൻ ആഗ്രഹമുള്ള എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പഠിച്ചാൽ സാധിച്ചു തരട്ടെ. ആമീൻ. എന്റെ വലിയ ആഗ്രഹമാണ് ഉമ്മയും വാപ്പിയെയും അങ്ങോട്ടേക്ക് വിടുക എന്നുള്ളത്. അടുത്തൊരു സമയത്ത് തന്നെ അതൊക്കെ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. അലൈക്കും അസ്സലാം. ഞാൻ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഒരു ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവിടെ എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാം നിൽപ്പുണ്ട്. എല്ലാവരും ഓറഞ്ച് കളർ ഡ്രസ്സ് ഇട്ടേക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ഇവരുടെയൊക്കെ ഗാർഡിയൻ ആയിട്ടുള്ള നമ്മുടെ ഹോങ്കോങ് ഇത്താത്ത വന്നു കേട്ടോ. പുള്ളിക്കാരത്തി ഭയങ്കര ഇംഗ്ലീഷ്. I don't know how to speak, but I How to say good morning in the same like Zaoshan how? കഴിഞ്ഞ 13 വർഷമായിട്ട് ആള് ഹോങ്കോങ്ങില്, അതായത് ചൈനയിൽ പണിയെടുക്കാണ് കേട്ടോ. ചൈനീസൊക്കെ പച്ചവെള്ളം പോലെയാണ് പറയുന്നത്. ഇംഗ്ലീഷ് ഇനി തണുത്ത വെള്ളം പോലെ. അടിപൊളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെ കണ്ടപ്പോഴത്തേക്കും എന്നോട് ഒന്ന് സംസാരിക്കുകയും ഹോങ്കോങ്ങിലും സൗദിയിലും ഒക്കെ ജോലി ചെയ്തതിന്റെ അനുഭവം എന്നോട് പറയുമായിരുന്നു. ടൈമറൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു ഞാൻ എടുത്തെന്നാൽ മതിയോ ഫോട്ടോ എന്ന് വെച്ചിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു തരുകയും ചെയ്തു. ഇതിപ്പോ എന്താ പാൻറ് ഊരി പോകുന്നു. ഭയങ്കര ഹാപ്പിനെസ് വരുന്ന കാഴ്ചയാണ് കേട്ടോ. ഫാമിലി എല്ലാവരും കൂടെ വന്നിട്ട് ഉമ്മായും മക്കളും വാപ്പായും എല്ലാവരും കൂടെ എൻ്റെ മുറ്റത്ത് നിന്നിട്ട് പ്ലെയിൻ പറത്തി കളിക്കുകയാണ്. ഈ പ്ലെയിനൊന്നും ഇവർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ല, പൈസ കൊടുത്ത് റെന്റിന് എടുക്കുന്ന പ്ലെയിനുകളാണ് കേട്ടോ ഇത്. അവിടെ എൻ്റെ റെന്റിൻ്റെ ആളവിടെ ഇരിപ്പുണ്ട്. കുട്ടികൾ ഇവിടുന്ന് കളിച്ചതിന് ശേഷം ആ പ്ലെയിൻ അവിടെ തിരിച്ചു കൊടുത്തിട്ട് പോകും. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇവരുടെ കഴിവ് എന്തായാലും ചൈനക്കാരുടെ അപ്പുറമാണെന്ന് തോന്നുന്നു. നോർമലി ചൈനക്കാരാണല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പോലീസിന് ഇവിടെ സൈക്കിളാണ് കേട്ടോ. കണ്ടോ, ഇതെല്ലാം പോലീസിൻ്റെ സൈക്കിളാണ്. ഞാൻ ശരിക്കും നേരെ ഇരുട്ടാൻ വേണ്ടിയിട്ട് കാത്തിക്കാണ്. സാധാരണ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നേരെ ഇരുട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വീഡിയോയ്ക്ക് എല്ലാം ക്വാളിറ്റി കുറയും. ഇതിപ്പോ റഫ് എന്നെ പ്രത്യേകം വിളിച്ചു പറഞ്ഞ് അവിടുത്തെ സ്ട്രീറ്റ് രാത്രിയാണ് രസം. വാക്കിംഗ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട്, നല്ല രസമാണ് രാത്രി നടക്കാൻ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ അത് കണ്ടിട്ടേ വരാവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഒരു കാര്യം കൂടെ റഫ് ആ കൂട്ടത്തിൽ ചോദിച്ചു, ഇതുപോലത്തെ സ്ഥലം നാട്ടിലുണ്ടോന്ന്, കേരളത്തിലുണ്ടോന്ന്. ഞാൻ പറഞ്ഞ എന്തൊക്കെ സ്ഥലം ഇവിടെ ഉണ്ടോ അതുപോലത്തെ സ്ഥലമല്ല നമ്മുടെ നാട്ടിലുണ്ട്, അതിനേക്കാളും ബെറ്റർ സ്ഥലം അവിടെ ഉള്ളതെന്നൊക്കെ ചുമ്മാ തള്ളുകയും ചെയ്തു. എന്തായാലും എനിക്കും ആ സ്ഥലം കാണണം, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതിനകത്ത് സ്ഥലം നാട്ടിലെന്നുണ്ടെങ്കിൽ ഞാൻ നാണക്കിടും. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സിംഹപ്പൂരിന്റെ സിംഹമൊക്കെ ഉണ്ട് കേട്ടോ. സിംഗപ്പൂരിന്റെ സിംഹത്തിന്റെ വായിക്കൂടെ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തേക്ക് ഒരു ബഡ്ജറ്റ് ടൂറുമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഒരേ യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് താത്തമാര് വന്നിരിക്കുന്നത്. ഒരു സൈഡിൽ ജപ്പാനിന്റെ അതിവേഗ ബുള്ളറ്റ് ട്രെയിനും മറുവശത്ത് സിംഗപ്പൂരിന്റെ സിംഹവും അതിന്റെ പിന്നിൽ സിംഗപ്പൂരിന്റെ ഒറിജിനൽ ടാക്സിയും ഉണ്ട് കേട്ടോ. എന്നാൽ ഈ വണ്ടി ഇവിടെ അങ്ങനെ വന്നേയിരിക്കും. ഏതെങ്കിലും ഒരു ഇന്തോനേഷ്യക്കാരൻ സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റിന് കാശ് കൊടുക്കാനില്ലാതെ ടാക്സി വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നേയിരിക്കും. സിംഗപ്പൂരുള്ളവരോ പോയിട്ടുള്ളവരോ പറയാ ഇങ്ങനെയാണോ അവിടുത്തെ ടാക്സി ഉണ്ടായിരുന്നത്, അതോ ഇപ്പോഴും ഈ ടാക്സി ആണോ? 1949 റെയിൽവേ സ്റ്റേഷൻ കൺസ്ട്രക്ഷനും പരിപാടികളൊക്കെ ആണെന്ന് തോന്നുന്നു. ഫോട്ടോ വെച്ചിരിക്കുന്നത് ജപ്പാനിന്റെ ബുള്ളറ്റ് ട്രെയിനിന്റെ ഫ്രണ്ടിലാണുള്ളത്. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ, ബാക്കിലോട്ടൊന്നും ഇല്ല. പക്ഷെ അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് വൃത്തിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിലോട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു എന്നെ കാണാൻ. ഇതാണ് ഇവർ യൂറോപ്പ് പോലെ ആക്കി വെച്ചേക്കുന്ന സ്ഥലം. താഴെ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. നമ്മുടെ സിംഗത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ താഴെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാലമൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ ആ ഒരു പാലം ഫുള്ള് ഒരു യൂറോപ്പ് ശൈലിയിലൊക്കെ സെറ്റാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. യൂറോപ്യൻ സ്റ്റൈലിൽ കടകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ കേട്ടോ. ഇതെല്ലാം ഒരു സിനിമയ്ക്ക് സെറ്റിട്ട മാതിരി സെറ്റിട്ടൊക്കെയാണ്. എന്നാലും എന്നെ ഇവർ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഗ്രാമീണ വഴികളും ഗ്രാമവും കാര്യങ്ങളൊക്കെയാണ്. ആ ഗ്രാമത്തിലുള്ളവർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാർക്കുകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ശരിക്കും ഒരു ഇന്റർനാഷണൽ ലെവൽ ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. ദുബായിൽ ഇത് കണക്കത്തെ സ്ട്രീറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പല പാർക്കിന്റെ ഉള്ളിലും മോഷൻ ഗേറ്റ് ഒക്കെ പോലെ. അതേ ക്വാളിറ്റിയിൽ ഒരുപാട് സമ്പന്ന രാജ്യം അല്ലെങ്കിൽ പോലും ഇവരും അറേഞ്ച് ചെയ്തേക്കുന്നത് ഈ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ. ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഇവിടെയുള്ള ആൾക്കാർക്ക് കൊള്ളാം അല്ലേ. ഇന്തോനേഷ്യക്കാരുടെ ഈഫിൽ ടവറാണ് ഈ കാണുന്നത് കേട്ടോ. ഇന്തോനേഷ്യക്കാരെ പോലെ തന്നെ അത്ര ഹൈറ്റ് ഒന്നുമില്ല, ചെറിയ ഈഫിൽ ടവറാണ്. അത്യാവശ്യം നല്ല കട്ടി, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. ബോട്ട് സർവീസ് അല്ല, ഇവിടെ ശരിക്കും ഈ ബോട്ട് ഇതിങ്ങനെ റെൻറ്റിന് എടുത്തിട്ട് കയാക്കിങ് കണക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇന്നില്ല, അവധി ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മാത്രമേ ആ ഒരു പരിപാടി ഉള്ളൂ. ഈ ഒരു കയാക്കിങ്, ഫേക്ക് കയാക്കിങ്.
പിള്ളേർക്ക് ബോട്ടിൽ കയറണമെന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന് കറങ്ങുന്ന കണ്ടപ്പം പിള്ളേർ വിചാരിച്ച് ഞാനിത് ഓപ്പറേറ്റ് ചെയ്യുന്ന ബോട്ട് ഓടിക്കുന്ന കപ്പിത്താനാണെന്ന്. ഓ ini kamera. Bilang hai, bilang hai. Nama saya apa? Fatur. Nama saya Fatur, bilang. Oh, Masya Allah. ഇബ്നു അഹമ്മദ് ഫാത്തുർ റഹ്മാൻ എന്നാണ് കേട്ടോ ഇവന്റെ പേര്. വലിയ പേരാണ് ചെറുതിനുള്ളത്. Mantap. Dadah. കൂടുതൽ സംസാരിച്ചാൽ ശരിയാവത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചെക്കന് അവിടെ നിന്നപ്പോഴത്തേക്ക് എൻ്റെ ക്യാമറ വേണമെന്ന് അവന് ടാറ്റയെ കൊടുത്ത് പറഞ്ഞു വിട്ടു. Dadah. പിള്ളേരൊക്കെ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. ഞാൻ വല്ല ആണെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ പ്രായത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഓടി ഓട്ടം നിർത്തണമെങ്കിൽ വീട്ടിലെത്തണം. പക്ഷെ ഇവിടുത്തെ പിള്ളേർ ഭയങ്കര എന്താണ് സ്മാർട്ടാണ്. ഉഫ്, രാത്രി ആയപ്പോഴാണ് ഫുള്ള് കാണേണ്ട കാഴ്ച വന്നത്. അപ്പൊ റഫ പറഞ്ഞത് 100% ശരിയാണ്. നോക്കേ, ഈ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുറച്ച് നേരം മുന്നേ ഇതുവഴി നടന്ന ഒരു ലുക്കേ അല്ല ഇപ്പോൾ ഇതുവഴി നടക്കുമ്പോഴത്തേക്കും നമ്മുടെ പണ്ടത്തെ 1 രൂപ കോയിനിട്ടിട്ട് വിളിക്കുന്ന ഫോണൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സ്കൂൾ പിള്ളേരൊന്നും ഇപ്പോഴും വീട്ടിൽ പോയിട്ടില്ല. പിള്ളേരെ വേഗം വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ നിന്ന് കറങ്ങുമ്പോഴാണ് ബിസിനസ് ട്രിക്കൊക്കെ ഇവർക്ക് നല്ലപോലെ അറിയാം. മുന്നേ പ്ലെയിൻ ആയിരുന്നല്ലോ. ഈ രാത്രി പ്ലെയിൻ പറത്തുന്നതിനേക്കാളും ഈ സാധനം വിറ്റാൽ നല്ല പൈസ കിട്ടുമെന്ന് ചെക്കന്മാർക്ക് അറിയാവുന്നതുകൊണ്ട് ലൈറ്റ് കത്തുന്ന പമ്പരം ആക്കി കേട്ടോ ഇവരുടെ പരിപാടി. നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ സംഭവം ശരിക്കും വരേണ്ടതാണ്. ഇതിനൊക്കെ റോഡിൽ കൂടെ നമുക്ക് നടക്കാം, ഓരോ വഴിയോരത്തേക്ക് ഇരിക്കാം. റോഡിന്റെ സൈഡിൽ വെച്ചേക്കുന്ന ചെയറൊക്കെ കണ്ടോ? ഇതൊക്കെ ഇതുവഴി പോകുന്ന ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും സ്വറ പറയാനൊക്കെ വേണ്ടിയിട്ടാണ്. പോകുമ്പോഴത്തേക്കും 2 സൈഡിലും കുറേ ഗവൺമെന്റ് കെട്ടിടങ്ങൾ കാണാം കേട്ടോ. കുഞ്ഞു കെട്ടിടമാണ്, എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇവിടുത്തെ മേയറിന്റെ വസതി എന്തോ ആണ്. അത് എഴുതിയേക്കുന്ന തായ്ലൻഡ് ഭാഷയല്ല കേട്ടോ, ജാവനീസ് ഭാഷയാണ്. എപ്പോഴും ഇവർ പറയാറുണ്ട് നമ്മുടെ മലയാളം ലിപികൾ കാണുമ്പോഴത്തേക്കും ജാവനീസ് ലിപിയായിട്ട് സാമ്യം ഉണ്ടെന്ന്. ഉരുണ്ടുരുണ്ടാണ് അവരും അത് എഴുതുന്നത് കേട്ടോ. നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആസ്വദിച്ചാണ് ഞാൻ നടക്കുന്നത്. ഞാൻ ട്രെയിൻ എടുക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. ഇനിയിപ്പം ഫുഡ് കഴിക്കണം ആദ്യം, എന്നിട്ട് വേണം ട്രെയിൻ എടുക്കാൻ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്തോനേഷ്യയിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന്. ശരിക്കും അവർ എത്രത്തോളം നല്ലപോലെയാണ് ഈ ഒരു സ്ഥലമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ അതിശയമാണ്. ഇത് ഫുള്ള് പേയ്മെൻറ്റ്സും ആൾക്കാർക്ക് നടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ലൈറ്റ്സ് എല്ലാം ഒരു ഈവനിങ് ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ ഇതണക്കത്തെ സ്ഥലങ്ങൾ കുറേ വേണം, ഉണ്ട് അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട് കുറേ വേണം. അപ്പോൾ നമുക്ക് ഈ ഗ്രാമത്തിൽ അനുവദിച്ചിട്ടുള്ള സമയം കഴിഞ്ഞു. നിങ്ങളെല്ലാം ഈ സ്ഥലം എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു, എന്നെ പോലെ തന്നെ. അപ്പോൾ ഓക്കെ, Bye bye. അങ്ങനല്ല, ഒച്ചത്തിൽ പറ. Bye bye. ഒച്ചത്തിൽ മോറിൽ ഒച്ചത്തി. Bye bye.